ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ്. വളരെ വിഷമത്തോടെ മുറിയിലിരിക്കുകയായിരുന്നു വിശാൽ. അവിടേക്ക് പാർവതി വരുന്നു. പാർവതിയോട് തൻ്റെ സങ്കടം പറയുകയാണ് വിശാൽ. ഇതൊക്കെ കേട്ട പാർവതി വിശാലിനെ സമാധാനിപ്പിക്കുന്നുണ്ട്. ഒരിക്കലും നമ്മുടെ ആദ്യ രാത്രി നടക്കില്ല എന്നല്ലല്ലോ ജോത്സൻ പറഞ്ഞത്. കുറച്ച് നാൾ അതിനുവേണ്ടി കാത്തിരിക്കണം, അത്രയല്ലേ പറഞ്ഞുള്ളൂ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? 1 മാസം കാത്തിരിക്കണം. വീണ്ടും വളരെ വിഷമത്തോടെ വിശാൽ പറയുന്നുണ്ട്. അതെ, 1 മാസം കാത്തിരിക്കണം, അതാ പ്രശ്നം. എന്ത് പ്രശ്നം? ഞാൻ ഇപ്പോഴും വിശാൽ സാറിൻ്റെ തൊട്ടരികിൽ തന്നെ ഇല്ലേ? കിടന്ന് ഉറങ്ങുന്നത് മുതൽ എണീക്കുന്നത് വരെ ഞാൻ സാറിൻ്റെ അടുത്തില്ല, അത്രയല്ലേ ഉള്ളൂ. വിശാൽ പറയുന്നു. എത്ര നിസ്സാരമായിട്ട് പറഞ്ഞു പാർവതി. ഇനി എനിക്ക് വെയിറ്റ് ചെയ്യാൻ വയ്യ. ഈ മുഖം കണ്ടുകൊണ്ട് വേണം ഇനിയുള്ള ദിവസം എനിക്ക് ഉറങ്ങേണ്ടത്. ഈ മുഖം കണി കണ്ടുകൊണ്ട് വേണം എനിക്ക് ഉണരേണ്ടത്. പാർവതി പറയുന്നു. ഞാൻ സാറിനെ കുറ്റപ്പെടുത്തിയതല്ല, ഒരിക്കലും സാറിന് ഈ വക ചിന്തയൊന്നും ഇല്ലായിരുന്നല്ലോ. വിശാൽ പറയുന്നുണ്ട്. അതിൽ എനിക്ക് കുറ്റബോധം തോന്നുന്നുണ്ട് പാർവതി. ജീവിതത്തിലെ എത്രയോ നല്ല നിമിഷങ്ങളെയാണ് നഷ്ടപ്പെടുത്തി കളഞ്ഞത്. കഴിഞ്ഞത് കഴിഞ്ഞു, അതിനെയൊക്കെ മറന്നു കളയണം സാർ. നഷ്ടപ്പെട്ടതിനേക്കാൾ ഇരട്ടിക്കിരട്ടിയായി സന്തോഷം നിറഞ്ഞ ഒരു ജീവിതം നമുക്കുണ്ടാവും, അതെനിക്ക് ഉറപ്പാണ്. ആ വിശ്വാസം എനിക്കുണ്ട് പാർവതി. മറ്റുള്ളവർക്ക് അസൂയ ധരിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു ജീവിതമായിരിക്കണം നമ്മുടേത് എന്ന് വിശാൽ പറഞ്ഞപ്പോൾ പാർവതി പറയുന്നുണ്ട്. കൂടുതലൊന്നും ഞാൻ ആഗ്രഹിക്കുന്നില്ല വിശാൽ സാറിന് ആപത്തും ഒന്നും വരാതെ എന്നും ആരോഗ്യത്തോടെ എൻ്റെ കൂടെ ഉണ്ടാവണം, അതാണ് എൻ്റെ പ്രാർത്ഥന. അത് കേട്ട് പാർവതിയെ സ്നേഹത്തോടെ തൻ്റെ അരികിൽ ചേർത്ത് നിർത്തിയിട്ട് പ്രണയത്തോടെ സംസാരിക്കുന്നുണ്ട്. എൻ്റെ പൊന്നിനൊപ്പം എന്നും ഞാനുണ്ടാകുമെന്ന് പറഞ്ഞ് പാർവതിയുടെ കവിളിൽ പ്രണയത്തോടെ പിടിക്കുകയാണ് വിശാൽ. എന്നിട്ട് നെറ്റിയിൽ ചുംബനം കൊടുക്കാൻ തുടങ്ങിയപ്പോൾ പെട്ടെന്ന് പാർവതി വിശാലിനെ മാറ്റുന്നുണ്ട്. ഇനിയും സമയമുണ്ട്, ആദ്യരാത്രി ആവട്ടെ എന്ന് ചിരിച്ചുകൊണ്ട് പാർവതി പറയുന്നു. വിശാൽ സാർ, 1 മാസം കണ്ണടച്ച് തുറക്കുന്നതിന് മുമ്പേ അങ്ങ് പോയിക്കോളും. ഇത്രയും നാൾ ക്ഷമിച്ചില്ലേ, ഇനി 1 മാസം കൂടി, അത്രയല്ലേ ഉള്ളൂ. സാർ ആ പാലെടുത്ത് കുടിക്ക്, എനിക്ക് ഉറങ്ങണം എന്ന് പാർവതി പറഞ്ഞപ്പോൾ വിശാൽ വീണ്ടും പിണക്കത്തോടെ പറയുന്നുണ്ട്. എനിക്ക് ഉറക്കം വരില്ലെന്ന്. അപ്പോൾ പിന്നെ എന്ത് ചെയ്യുമെന്ന് പാർവതി ആലോചിച്ചപ്പോൾ വിശാൽ പറയുന്നുണ്ട്. ഉറക്കം വരണമെങ്കിൽ നിന്നെക്കുറിച്ച് ഇന്ന് രാത്രി മുഴുവനും ആലോചിക്കാനായിട്ട് നീ എന്നോട് എന്തെങ്കിലും പറഞ്ഞിട്ട് പോകണം. അതെന്താണെന്ന് പാർവതി ആലോചിക്കുന്നു. അങ്ങനെ വിശാലിൻ്റെ കാതിൽ ഒരു കാര്യം പറഞ്ഞു കൊടുക്കുകയാണ് പാർവതി. അത് കേട്ട് വിശാൽ ചിരിക്കുന്നു. നാണത്തോടെ പാർവതി അവിടെ നിന്ന് ഓടുന്നു. തിരിഞ്ഞു നിന്ന് പ്രണയത്തോടെ ഒന്നുകൂടി ഒന്ന് നോക്കുന്നുണ്ട്. എന്നിട്ട് പാർവതി അവിടെ നിന്ന് പോയപ്പോൾ ചിരിച്ചുകൊണ്ട് നിൽക്കുകയാണ് വിശാൽ. ശേഷം ശേഖറിന്റെ മുറിയിലേക്ക് വന്നിരിക്കുകയാണ് ഗാർഗി. ശേഖറിന്റെ ഫുഡുമായി വന്നതായിരുന്നു ഗാർഗി. ആ സമയം ആ ബെഡിൽ ശേഖറിന്റെ വിഗും പിന്നെ ഒരു മുഖംമൂടിയും ഇരിക്കുന്നത് കാണുന്നു. മുഖംമൂടിയില്ല, വിഗ് മാത്രം ആ ബെഡിൽ കിടക്കുന്നത് കാണുന്നു. പെട്ടെന്ന് തന്നെ ആ ഭക്ഷണവും കൊണ്ട് മുറിയിലേക്ക് താഴേക്ക് പോവുകയാണ് ഗാർഗി. ഇതേ സമയം ശേഖർ പ്രഭാവതിയുടെ മുറിയിൽ കയറിയിരിക്കുന്നു. ഒരു വിഗും വെച്ചുകൊണ്ടാണ്. വിഗല്ല, മുഖംമൂടി. പേടിപ്പെടുത്തുന്ന ഒരു മുഖംമൂടിയും വെച്ചുകൊണ്ടാണ് വന്നിരിക്കുന്നത്. പ്രഭാവതി നല്ല ഉറക്കത്തിലായിരുന്നു. മുറിയിൽ കയറി കരകടിച്ചതിന് ശേഷം മുഖംമൂടി ഒന്ന് മാറ്റിയിട്ട് പിന്നെയും അതുപോലെ വെക്കുകയാണ് ശേഖർ. ഉറങ്ങുന്നത് കണ്ട് പ്രഭാവതിയുടെ അടുത്ത് നിന്ന് ശേഖർ മനസ്സിൽ വിചാരിക്കുന്നുണ്ട്. എടി പിശാചെ, ഇന്ന് നിന്റെ അവസാനമായിരിക്കും. ഇനി ഈ കുടുംബത്തെ ചതിക്കാൻ നിന്നെ ഞാൻ അനുവദിക്കില്ല. എനിക്ക് ഈ കുടുംബത്തോട് കൂറ് കാണിക്കണം. നിന്റെ മരണം അതുകൊണ്ടല്ലാതെ ഒന്നിനും ഒരു പരിഹാരമുണ്ടാവില്ല. ഒരു പില്ല എടുത്ത് പ്രഭാവതിയുടെ മുഖത്തായിട്ട് അമർത്തി വെക്കുന്നു. ശ്വാസം കിട്ടാതെ പിടയുകയാണ് പ്രഭാവതി. എന്താ ചേച്ചി എന്ന് ചോദിച്ച് പ്രതാപൻ അവിടേക്ക് വന്ന് ലൈറ്റ് ഇടുന്നു. പ്രതാപനെ തള്ളി മാറ്റുകയാണ്. പ്രതാപൻ എങ്ങനെയെങ്കിലും ആ മുഖംമൂടി മാറ്റാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ പ്രതാപനെ തള്ളി താഴെ ഇട്ടതിന് ശേഷം കത്തിയെടുക്കുകയാണ് പ്രതാപൻ. ശ്വാസം കിട്ടിയതിന്റെ ഒരു ആശ്വാസത്തിലിരിക്കുകയായിരുന്നു പ്രഭാവതി. ചേച്ചി, അയാളുടെ കയ്യിൽ കത്തിയുണ്ടെന്ന് പ്രതാപൻ വിളിച്ചു പറഞ്ഞതും ഞെട്ടലോടെ അയാളെ നോക്കുകയാണ് പ്രഭാവതി. പ്രഭാവതിയുടെ നേർക്ക് കുത്താനായിട്ട് വന്നപ്പോൾ പെട്ടെന്ന് ആ കൈ തടയുന്നത് വിശാലാണ്. ശേഖറിനെ പിടിച്ച് തള്ളുന്നുണ്ട്. ഒരു കൈയിൽ വിശാലും ഒരു കൈയിൽ പ്രതാപനും. 2 പേരും കൂടി പിടിച്ച് ശേഖറിനെ അമർത്തി വെക്കുന്നുണ്ട്. ഒരു കൈ കൊണ്ട് ശേഖറിന്റെ മുഖംമൂടി മാറ്റുകയാണ് വിശാൽ. ശേഖറിനെ കണ്ട എല്ലാവരും ഞെട്ടലോടെ നിൽക്കുന്നു. പിന്നെയും പ്രഭാവതിയുടെ അടുത്തേക്ക് വെറിപൂണ്ട് പോവുകയാണ് ശേഖർ. എന്നാൽ 2 പേരും കൂടി ശേഖറിനെ അമർത്തി വെക്കുകയും വിശാൽ നല്ല രീതിയിൽ ഇടിക്കുകയും ചെയ്യുന്നു. അമ്മേ എന്ന് പറഞ്ഞ് പ്രഭാവതിയെ പിടിക്കുകയാണ് വിശാൽ. ഈ സമയം പ്രതാപൻ ശേഖറിനെ താഴേക്ക് കൊണ്ടുവന്നിരിക്കുന്നു. വിശാൽ ശേഖറിനെ ഒരുപാട് അടിക്കുന്നുണ്ട്. എങ്ങനെയെങ്കിലും അവരിൽ നിന്നും ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുകയാണ് ശേഖർ. ഓടി ടേബിളിന്റെ അരികിലേക്ക് പോയി അവിടെ ഇരുന്ന ഒരു കത്തി എടുത്ത് ഇവർക്ക് നേരെ നീട്ടുകയാണ് ശേഖർ. ആരും അടുക്കരുത്, അടുത്തേക്ക് വരരുത് എന്ന് പറഞ്ഞ് ശേഖർ രക്ഷപ്പെടാൻ ശ്രമിക്കുന്നു. അവിടേക്ക് എല്ലാവരും ഓടി വരുന്നുണ്ട്. ഒടുവിൽ പിറകിൽ കൂടി ചെന്ന് പ്രതാപൻ പിടിക്കുന്നുണ്ട് ശേഖറിനെ. വിശാൽ ശേഖറിനെ അടിക്കുന്നു. ശേഖരാ, നീ ഇപ്പോൾ എവിടുന്നാ വന്നേ എന്ന് വിജയമ്മ ചോദിക്കുന്നു. അമ്മേ, ഇയാൾ എന്നെ കൊല്ലാൻ വന്നതാ അമ്മേ എന്നെ പ്രഭാവതി പറഞ്ഞപ്പോൾ എല്ലാവരും പേടിച്ച് നിൽക്കുന്നുണ്ട്. നിന്നെ ഇയാൾ കൊല്ലാൻ നോക്കിയോ എന്ന് വിജയമ്മ ചോദിക്കുന്നു. നീ എന്തിനാണ് എൻ്റെ അമ്മയെ കൊന്നത്? പറയടാ, എന്തിനാ കൊന്നത് എന്ന് ആവർത്തിച്ച് ചോദിക്കുന്നുണ്ട് വിശാൽ.
അതും ശേഖറിനെ ഒരുപാട് അടിച്ചുകൊണ്ടാണ് ചോദിക്കുന്നത്. എന്റെ പെറ്റമ്മയെ കൊന്നത് പോരാഞ്ഞിട്ട് എന്റെ വളർത്തിയ ഈ അമ്മയും കൂടി കൊല്ലാൻ നോക്കുന്നോടാ നീ എന്ന് പറഞ്ഞ വിശാൽ ഒരുപാട് അദ്ദേഹത്തെ അടിക്കുന്നു. അദ്ദേഹത്തെ ഇനി എങ്ങനെ രക്ഷിക്കുന്നത് എന്റെ ഉദയനൂരമ്മ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിൽക്കുകയാണ് പാർവതി. എന്നാൽ ഭയങ്കര ദേഷ്യത്തിലാണ് വിശാൽ. നീ എന്തിനാ എന്റെ അമ്മയെ കൊല്ലാൻ ശ്രമിച്ചതെന്ന് എന്ന് വിശാൽ പറയുന്നു. അതിനിടയിലേക്ക് വിജയമ്മ വന്നിട്ട് ചോദിക്കുന്നു, ശേഖര നീ എന്തിനാ പ്രഭാവതിയെ കൊല്ലാൻ നോക്കിയത്? ഞാൻ പറയുന്നത് നിങ്ങൾ വിശ്വസിക്കണം. ഗായത്രി മേഡത്തിനെ കൊന്നത് ഞാനല്ല, ഞാനാണ് ഗായത്രിയമ്മയെ കൊന്നതെന്ന് ഈ പ്രഭാവതി വരുത്തി തീർത്തതാ എന്ന് ശേഖർ പറയുമ്പോൾ എല്ലാവരും ഞെട്ടി നിൽക്കുന്നു. ഇവള് കാരണമാ ചെയ്യാത്ത കുറ്റത്തിന് ഞാൻ 16 വർഷം ജീവപര്യന്ത ശിക്ഷ അനുഭവിച്ചത്. ഇവളെ ഞാൻ വെറുതെ വിടില്ല. എന്റെ ജീവിതം ജയിലിനുള്ളിലാക്കിയ ഇവളോട് എനിക്ക് പ്രതികാരം ചെയ്യണം എന്നും ശേഖർ പറയുന്നു. പ്രഭാവതി അവിടേക്ക് വന്ന് വിശാലിനെ മാറ്റിയിട്ട് ശേഖറിനിട്ടൊന്ന് പൊട്ടിച്ചു. കൊന്നു കളയും നിന്നെ ഞാൻ ചെയ്യാത്ത കുറ്റം എന്റെ തലയിൽ കെട്ടിവെക്കാൻ നോക്കുന്നോ നീ എന്ന് പറഞ്ഞ് വീണ്ടും ശേഖറിനെ അടിക്കുകയാണ് പ്രഭാവതി. നിങ്ങൾ ഞാൻ പറയുന്നത് കേക്ക് എന്നൊക്കെ പറഞ്ഞ് ശേഖർ നിന്നപ്പോൾ പ്രതാപൻ അവിടേക്ക് വന്നിട്ട് ശേഖറിന്റെ കഴുത്തിന് കുത്തിപ്പിടിക്കുന്നു. ഇനിയും ഇയാളെ സംസാരിക്കാൻ വിട്ടാൽ ഇനിയും ഇല്ലാത്ത ഓരോ അപഖ്യാതികൾ ഇവൻ വിളിച്ചു പറയും എന്ന് പറഞ്ഞ് പ്രതാപൻ അയാളെ അടിക്കുന്നുണ്ട്. ആ സമയം പാർവതിയുടെ മുന്നിൽ ആ കത്തി കിടക്കുന്നു. ആരും കാണാതെ പാർവതിയുടെ മുന്നിൽ കിടന്ന കത്തി കാലുകൊണ്ട് തന്നെ ശേഖറിന്റെ മുന്നിലേക്ക് നീട്ടിയിട്ട് കൊടുക്കുന്നുണ്ട്. ശേഖറും അത് ശ്രദ്ധിച്ചിരുന്നു. പ്രതാപൻ ഒരടി കൊടുത്തപ്പോൾ വേദന കൊണ്ട് അവിടെ ഇരിക്കുകയാണ് ശേഖർ. ആരും കാണാതെ ശേഖർ ആ കത്തി കയ്യിലെടുത്തോ. എല്ലാവരുടെ മുന്നിലും പാർവതിയും നാടകം കളിക്കുന്നു. ശേഖറിനെ ഷൗട്ട് ചെയ്യുന്ന രീതിയിൽ പറയേ, എന്തിനാ ദേവമ്മയെ കൊന്നത്? എന്തിനാ പ്രഭാവതിയമ്മയെ കൊല്ലാൻ നോക്കിയത്? എന്തിനാണെന്ന് എന്നൊക്കെ പാർവതി പറയുന്നുണ്ട്. പാർവതിയെ തിരിച്ചു നിർത്തി പാർവതിയുടെ കഴുത്തിൽ കത്തി വെക്കുകയാണ് ശേഖർ. ആരും അടുത്ത് വരരുത്, വന്നാൽ ഇവളെ ഞാൻ കൊല്ലുമെന്ന് പറയുന്നു. അത്രയായപ്പോൾ എല്ലാവരും ഭയത്തോടെ നിൽക്കുന്നുണ്ട്. ഈ സമയം ഗാർഗി പിന്നിലേക്ക് ഓടി പെട്ടെന്ന് മെയിൻ സ്വിച്ച് ഓഫ് ചെയ്യുന്നുണ്ട്. ഈ സമയം കൊണ്ട് പാർവതി അവിടെ വിട്ടിട്ട് ശേഖർ രക്ഷപ്പെടുന്നു. പാർവതിയും ഗാർഗിയും കൂടി ശേഖറിനെ രക്ഷപ്പെടുത്താൻ ശ്രമിച്ചതായിരുന്നു. ഓൺ ചെയ്തതിനു ശേഷം ഗാർഗി അവിടേക്ക് വരുന്നുണ്ട്. അയാൾ എവിടെയെന്ന് പ്രതാപൻ ചുറ്റും നോക്കുന്നുണ്ട്. ഡോറ് തുറന്നിരിക്കുന്നതും കാണുന്നുണ്ട്. വിശാലും പ്രതാപനും മുന്നിലേക്ക് ഓടുന്നു. ശേഷം ശേഖറിന്റെ മുറിയിലേക്ക് വന്നിട്ട് പാർവതി മുത്തശ്ശ എന്നൊക്കെ വിളിക്കുന്നുണ്ട്. മുത്തശ്ശൻ ഇത് എവിടെ പോയതായിരിക്കും എന്നും ആലോചിക്കുന്നു. എന്നാലും എന്തിനായിരിക്കും പ്രഭാവതിയമ്മയെ ഇദ്ദേഹം കൊല്ലാൻ നോക്കിയത്? എന്തായാലും ഇദ്ദേഹം ഇത് ചെയ്യുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചതേയില്ല. ഇപ്പോൾ വിശാൽ സാറ് പറയുന്നു നിങ്ങൾ തന്നെയാണ് ചെയ്തതെന്ന്. ദൈവമേ കൊന്നത് നിങ്ങളാണെന്ന്. പക്ഷേ ഗായത്രി അമ്മ പറയുന്നു നിങ്ങളല്ല കൊന്നതെന്ന്. എനിക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ എൻ്റെ ദേവി. നിങ്ങളാണോ ദൈവമേ കൊന്നത്? നിങ്ങളിപ്പോൾ എവിടേക്കാ പോയത് എന്നൊക്കെ പാർവതി പറയുന്നുണ്ട്. ഈ വീട്ടിലെ യഥാർത്ഥ ശത്രു ആരാ? എനിക്കൊന്നും മനസ്സിലാക്കാൻ കഴിയുന്നില്ലല്ലോ എൻ്റെ ഉദയനൂരമ്മയെന്നും പാർവതി പറയുന്നുണ്ട്. ശേഷം പ്രഭാവതി മുറിയിൽ വല്ലാത്തൊരവസ്ഥയിൽ ഇരിക്കുകയാണ്. പ്രതാപനും അരികിൽ തന്നെയുണ്ട്. വിശാൽ കറക്റ്റ് സമയത്ത് വന്നതുകൊണ്ട് ഞാനും ചേച്ചിയും ശേഖറിന്റെ കത്തി മുനയിൽ നിന്നും രക്ഷപ്പെട്ടു. അല്ലെങ്കിൽ ഇപ്പോൾ അയാൾ നമ്മളെ കുത്തിക്കൊന്നേനെ. ഈ നേരത്ത് നമ്മൾ രണ്ടുപേരും ചത്ത മലത്ത് രക്തത്തിൽ കുളിച്ച് കിടന്നേനെയായിരുന്നു. പ്രഭാവതി പറയുന്നു, എൻ്റെ ഉള്ളിൽ നിന്ന് ആ വിറയിൽ ഇപ്പോഴും മാറിയിട്ടില്ല പ്രതാപ. കത്തിയുമായിട്ട് അയാളെ കണ്ടപ്പോൾ അയാളെ എതിരണോന്ന് എനിക്കുണ്ടായിരുന്നു. പക്ഷേ ആ നേരത്തെ കൈയും കാലും മരവിച്ചതുപോലെയായിരുന്നു. തൊണ്ടയിൽ നിന്ന് ഒരു ചെറിയ ഒച്ച പോലും പുറത്തു വന്നില്ല. അയാളൊരു ഭ്രാന്തനെ പോലെ രണ്ടും കൽപ്പിച്ചല്ലേ കയറി വന്നത്. എങ്ങനെ ഏത് രീതിയിലുള്ള ആക്രമണമാണ് അയാൾ നടത്താൻ പോകുന്നത് നമുക്കറിയില്ലല്ലോ. അതുകൊണ്ടാണ് ഞാൻ വിരണ്ടു പോയത്. പിന്നെ നമ്മൾ ഈ നേരത്തെ അയാളെ പ്രതീക്ഷിക്കുന്നില്ലല്ലോ. അയാൾ ഇവിടെ എത്തുമെന്ന് എന്തെങ്കിലും ഒരു സൂചന കിട്ടുമായിരുന്നെങ്കിൽ അയാളെ കൊടുക്കാൻ നമുക്ക് എന്തെങ്കിലും ഒരു വഴി കാണാമായിരുന്നു എന്ന് പ്രതാപൻ പറഞ്ഞപ്പോൾ പ്രഭാവതി പറയുന്നുണ്ട്, പുറത്തെ ഗേറ്റും അകത്തെ ഡോറും എല്ലാം ക്ലോസ് ചെയ്തിരിക്കുകയായിരുന്നല്ലോ. പിന്നെ എങ്ങനെയാ അയാൾ ഇതിൻ്റെ അകത്ത് കയറിയത്? പ്രതാപൻ പറയുന്നു, അതാ ചേച്ചി എനിക്ക് മനസ്സിലാവാത്തത്. അന്ന് അയാളുടെ ഫോൺ നമ്പർ ട്രേസ് ചെയ്ത് അയാൾ ഈ പരിസരത്തുണ്ടെന്ന് മനസ്സിലാക്കിയപ്പോൾ നമ്മളത് കാര്യമായിട്ട് അന്വേഷിക്കണമായിരുന്നു. ആ രാത്രി തന്നെ അന്വേഷിച്ചിരുന്നെങ്കിൽ അയാൾ നമ്മുടെ കയ്യിൽ അകപ്പെടുമായിരുന്നു. ശരിയാ, അന്ന് ഉദാസീനത കാണിക്കാൻ പാടില്ലായിരുന്നു. അത് അബദ്ധമായി പോയെന്ന് ഇപ്പോൾ എനിക്ക് തോന്നുന്നു പ്രതാപൻ. വന്നതുപോലെ തന്നെ അയാൾ അതിവിദഗ്ധമായിട്ട് ഇവിടുന്ന് രക്ഷപ്പെടുകയും ചെയ്തു എന്നെ പ്രഭാവതി പറഞ്ഞതും പ്രതാപൻ പറയുന്നു, അയാളിപ്പോൾ പഴയ ശേഖരമേനോനല്ലെന്ന് മനസ്സിലായില്ലേ? ജയിലിൽ ക്രിമിനൽസുമായിട്ടാണല്ലോ ബന്ധം. അവരിൽ നിന്നും ക്രിമിനലിന്റെ ബുദ്ധിയും കിട്ടിക്കാണും. അതുകൊണ്ടായിരിക്കും കെട്ടുറപ്പുള്ള ഈ വീട്ടിലേക്ക് അയാൾ നുഴഞ്ഞു കയറിയത്. പവർ ഓഫായ സമയത്ത് ഞൊടിയിട കൊണ്ട് അയാൾ രക്ഷപ്പെട്ടത്. ഏതായാലും ഇന്ന് അയാൾ ഇതിനകത്ത് കയറി കൊല്ലാൻ ശ്രമിച്ച സ്ഥിതിക്ക് നമ്മൾ കൂടുതൽ സൂക്ഷിക്കണം. ഇനിയും ഇതുപോലെയുള്ള അയാളുടെ ഒളി ആക്രമണം നമ്മൾ ഏത് സമയവും പ്രതീക്ഷിക്കണം. പ്രതാപൻ പറയുന്നു, അയാളെ രക്ഷപ്പെടാൻ അനുവദിക്കായിരുതായിരുന്നു. ഇനി അത് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ എന്ന് പ്രഭാവതി. ഏതായാലും ഇന്നത്തെ ഉറക്കം നഷ്ടപ്പെട്ടു എന്ന് പ്രതാപൻ പറഞ്ഞപ്പോൾ പ്രഭാവതി പറയുന്നുണ്ട്, ഇന്നത്തെ ഉറക്കം മാത്രമല്ല പ്രതാപ, ഇനി അങ്ങോട്ടുള്ള ഒരു ദിവസവും സ്വസ്ഥമായിട്ട് ഉറങ്ങാൻ സാധിക്കില്ല. അങ്ങനെ ശാന്തമായിട്ട് ഉറങ്ങണമെങ്കിൽ ശേഖരമേനോൻ മരിക്കണം. അയാളെ നമ്മൾ കൊല്ലണം. എത്രയും പെട്ടെന്ന് അതിനുള്ള വഴി നോക്കണം പ്രതാപ.
ചേച്ചി അയാളെ കണ്ടുപിടിക്കാൻ ശ്രമിക്കാഞ്ഞിട്ടല്ലോ ഇത്ര ദിവസമായി ശ്രമിക്കുന്നോ? പക്ഷേ അയാൾ എവിടെയാണെന്നൊരു സൂചന പോലും കിട്ടിയിട്ടില്ലല്ലോ എന്ന് പ്രതാപൻ. ഈ ഭയപ്പാടിനിടയിലും ഒരു കാര്യത്തിൽ സമാധാനമുണ്ട്. ശേഖരൻ പറഞ്ഞത് ഇവിടെ ആരും വിശ്വസിച്ചിട്ടില്ലല്ലോ, പ്രത്യേകിച്ച് വിശാൽ. എല്ലാം കേട്ടിട്ടും അവൻ എനിക്ക് വേണ്ടിയാണല്ലോ ശേഖരനെ തല്ലിയത്. അമ്മ എന്ന രീതിയിൽ അവൻ എനിക്ക് തരുന്ന സ്നേഹത്തിന് ഒരു മാറ്റവും ഉണ്ടായില്ലല്ലോ. എനിക്ക് അത് മതി. വിശാലിന്റെ ആ വിശ്വാസം നമുക്ക് മുതലെടുക്കണം പ്രതാപ. അവനെ കൊണ്ട് ആ ശേഖറിന്റെ അന്ത്യം കുറിക്കണം. ഈ സമയം ശേഖർ വീടിന്റെ ഒരു ഭാഗത്ത് നിൽക്കുന്നു. എങ്ങനെയെങ്കിലും അകത്ത് കിടക്കാൻ ശ്രമിക്കുകയാണ്. ഇതേസമയം പാർവതി പുറത്തേക്ക് വന്നിരിക്കുകയാണ് ശേഖറിനെ അന്വേഷിച്ച്. എവിടെ പോയോ എന്തോ, ഇനി എന്നേക്കുമായിട്ട് ഇവിടുന്ന് പോയി കാണോ എന്തോ. അതിനേതായാലും സാധ്യതയില്ല, അങ്ങനെ പോകുന്ന എനിക്ക് തോന്നുന്നുമില്ല എന്നൊക്കെ പാർവതി ആലോചിക്കുകയും അവിടെ മുഴുവനും നോക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ പാർവതി പോകാൻ ശ്രമിച്ചപ്പോൾ ശേഖർ അവിടേക്ക് വരുന്നത് പാർവതി കാണുന്നു. ടെൻഷനോടെ നിൽക്കുകയാണ് പാർവതി. വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ മൈ ചാനൽ.